എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വാളകം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മാത്യൂസ് വർക്കി പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം നാട്ടുകാർക്കൊപ്പം പര്യടനം നടത്തി. പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പ്രസിഡന്റും വാർഡ് അംഗവുമായിട്ടുള്ള മാത്യൂസ് വർക്കിയെ പായിപ്ര എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള നാടാണ്. ജനങ്ങൾ നൽകുന്ന സ്നേഹവും സഹകരണവുമെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മാത്യൂസ് വർക്കി മുന്നോട്ടു പോകുന്നത്. നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മാത്യൂസ് വർക്കി അവസാനഘട്ട പ്രചരണം നടത്തിയത് സ്വന്തം നാട്ടുകാർക്കൊപ്പമാണ്. പായിപ്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിച്ചാണ് മാത്യൂസ് വർക്കി പര്യടനത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രചരണം നടത്തിയത്. വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന വലിയ പ്രതീക്ഷയാണ് മാത്യൂസ് വർക്കിയും UDF മുന്നണിയും അർപ്പിച്ചിരിക്കുന്നത്. UDF പ്രവർത്തകരുടെ ശക്തമായ പിന്തുണയും പഞ്ചായത്തിലെ ജനങ്ങളുടെ സ്നേഹവും വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നത്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള മാത്യൂസ് വർക്കി പായിപ്ര പഞ്ചായത്തിലെ ഏതൊരാൾക്കും സുപരിചിതനായ വ്യക്തിയാണ്. അതിനാൽ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഈ പരിചയവും സ്നേഹവുമെല്ലാം മികച്ച രീതിയിൽ തന്നെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. നാടിന്റെ വികസനം കഴിഞ്ഞ കാലങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയത് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്ന് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശാരദേ ഷാജി, ഷീജ സലാം, അതുപോലെ തന്നെ വിദ്യ ടീച്ചർ, അതുപോലെ തന്നെ MC വിനയൻ തുടങ്ങിയ എല്ലാവർക്കും കൈ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട രജി ഷാനവാസിന് കൈ അടയാളത്തിൽ നിന്നുള്ള വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമേ എന്നും, ജില്ലാ പഞ്ചായത്തിലേക്ക് വാളകം ഡിവിഷനിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പായിപ്രയും വാളകവും മാറാടിയും ഉൾക്കൊള്ളുന്ന 3 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. നിങ്ങളെല്ലാം പരമാവധി നേരിൽ കണ്ട് വോട്ട് ചോദിക്കാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും നാളുകളെ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഓരോ പഞ്ചായത്തിലെ വാർഡ് സ്ഥാനാർത്ഥികൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും ഒപ്പമാണ് പായിപ്ര പഞ്ചായത്തിൽ പര്യടനം നടത്തിയത്. 74,000 വോട്ടുകളാണ് വാളകം ഡിവിഷനിലുള്ളത്. പായിപ്ര, മാറാടി, വാളകം പഞ്ചായത്തുകളിലെ 54ഓളം വാർഡുകളാണ് വാളകം ഡിവിഷനിൽ ഉൾപ്പെടുന്നത്. ജയപരാജയങ്ങൾ മാറിമറിയുന്ന ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാത്യൂസ് വർക്കിയെ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. 2 തവണ പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാത്യൂസ് വർക്കി രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അറിയപ്പെടുന്ന നേതാവാണ്. 1995, 2010, 2015, 2020 എന്നിങ്ങനെ 4 തവണ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് മെമ്പറായി വിജയിച്ചു. 2015 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, 2012, 14, 2020, 23 കാലത്ത് പ്രസിഡന്റായും ചുമതല വഹിച്ചു. നിലവിൽ മൂവാറ്റുപുഴ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തൃക്കളത്തൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിക്കുന്നു. എബനേസർ ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിൽ ലീഡറായാണ് തുടക്കം. പിന്നീട് KSU നേതാവായി മാറി. ഐരാപുരം SSV കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്നു. 93-94 കാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനായി. മൂവാറ്റുപുഴ താലൂക്ക് KSU പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മൂവാറ്റുപുഴ മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.